सुबह के समय हम ये पढ़ रहे थे कैसे फिलिप्पी की कलीसिया बनी। രാവിലെ സമയം നമ്മൾ കേട്ടത് എപ്രകാരമാണ് ഫിലിപ്പിയിലുള്ളതായിരിക്കുന്ന സഭ തയ്യാറായതെന്ന്. कितने लोगों को पता है कैसे फिलिप्पी चर्च बना? നിങ്ങളിൽ എത്ര പേര് അത് ഓർക്കുന്നുണ്ട്? फिलिप्पी चर्च कैसे बना? ഫിലിപ്പിയിലെ സഭ എങ്ങനെയാണ് ഉണ്ടായത്? One call, ഒരു വിളി, right? അല്ലേ? 3 कहानी था। ആമേൻ. അതിലെ 3 കഥകളാണ് നമ്മൾ കേട്ടത്. कल शाम को ഇന്നലെ വൈകിട്ടും फिलिप्पी में 3 कहानी थी। ഫിലിപ്പിയോക്ക് പത്രികയിൽ 3 കഥകളാണ് നമ്മൾ कौन കേട്ടത്. पढ़ता था? नंबर 1 ഓ പഹല കഥ എന്തായിരുന്നു? पौलुस की कहानी। क्या था वो? सर्वे। ആമേൻ. दूसरी कहानी क्या थी? രണ്ടാമത്തേത് എന്തായിരുന്നു? तीमुथियुस। क्या था वो? सर्वे नाइट। ഡിനായൽ के बारे में. तीसरा कहानी क्या था? മൂന്നാമത്തേത് एपफ्रादितुस। क्या था? സെൽഫ് സാക്രിഫൈസിന്റെ കാര്യം. ठीक है, आज का दिन के इसमें फिलिप्पी की कलीसिया एक कॉलिंग से बना, राइट? आमीन। उस कॉल को हम क्या बोलते हैं? कौन सा कॉल बोलते हैं? मकदूनिया। മക്കദോനിയയിലെ വിളി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ കേൾക്കുവാനുള്ളത്. मैसिडोनियन कॉल, राइट? മാസിഡോണിയൻ. हाँ, तो उस कॉल में मैंने बताया था पौलुस की 3 कहानियां। അതിലും 3 കഥകളാണ് നമ്മൾ കേട്ടത്. पहला कहानी कहां पर हुआ? ഒന്നാമത്തെ കഥ എവിടെയാണ് നടന്നത്? नदी किनारे। അത് ഒരു നദിയുടെ തീരത്താണ്. कौन है? लुदिया। ലീഡിയ. ठीक है, आमीन। उसके बाद दूसरी कहानी कहां पर? മൂന്നാമത്തേത് രണ്ടാമത്തേത് रास्ते पे, सड़क पे। ആമേൻ. രണ്ടാമത്തേത് कौन है? किरदार कौन है? हीरो हीरोइन कौन थी? അതിലെ മെയിൻ കഥാപാത്രമായിരുന്നു एक स्त्री, गुलाम स्त्री, ഒരു സ്ലേവ് ഗേളായിരുന്നു അതിലെ മെയിൻ കഥാപാത്രം. राइट? तीसरा कहां पर हुआ? तीसरा जेल में हुआ। कौन है यहाँ का किरदार? कौन है? कौन था? അവിടുത്തെ മെയിൻ जेलर। ജയിലർ ആയിരുന്നു. सो आपकी बाइबल स्टडी बहुत अच्छी होगी। ആമേൻ. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ഓർക്കുന്നു. वेरी गुड, वेरी गुड। इंग्लिश लूंगा तो आप लोग सबको अच्छे से मिलेगा, ആമേൻ. राइट? चलो अब हम चलते हैं फिलिप्पी की कलीसिया तो बन गई। ആമേൻ. ഇപ്പോൾ ഫിലിപ്പിയിലുള്ള സഭ ഉണ്ടായി കഴിഞ്ഞു. हालेलुया। ഹല്ലേലൂയ. पावर से नहीं हुआ, അവിടെ ശക്തി കൊണ്ടല്ല पॉल ഉണ്ടായത്. की बुद्धि से नहीं हुआ, പൗലോസിന്റെ ബുദ്ധിയിലല്ല पॉल ഉണ്ടായത്. की प्लानिंग से नहीं हुआ, പൗലോസിന്റെ പദ്ധതികൾക്കനുസരിച്ചല്ല ഉണ്ടായത്. पॉल का स्केड्यूल से नहीं हुआ। പൗലോസിന്റെ തയ്യാറെടുപ്പുകൾക്കനുസരിച്ചല്ല खुदा ने ഉണ്ടായത്. सारे स्केड्यूल को तोड़ दिया, ആമേൻ. ദൈവം ആ പദ്ധതികളെല്ലാം തോൽപ്പിച്ചു കളഞ്ഞു. उसके मैपिंग को तोड़ दिया, ആ പൗലോസിന്റെ എല്ലാ ചിന്താഗതികളും മാറ്റി कॉल के साथ चलने लगा। चलने वाले हर स्थान में खुदा ने आत्माओं को दिया। തന്റെ വിളിക്കനുസരണം നടക്കുവാൻ തുടങ്ങി. ദൈവം അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ തുടങ്ങി. आमीन। ആമേൻ. ऐसा जब चर्च बन गया, അങ്ങനെ അവിടെ സഭ ഉണ്ടായപ്പോൾ वो चर्च बहुत ही खूबसूरत चर्च था। ആ സഭ വളരെ മനോഹരമായിരുന്ന ഒരു സഭയായിരുന്നു. अच्छे लोग थे सब, ആ സഭയിൽ വളരെ अच्छे लोग थे, ആമേൻ നല്ല ആളുകളായിരുന്നു ആ സഭ. अनुभव के साथ आए थे। ആമേൻ. അവരുടെ ജീവിതത്തിൽ ഒത്തിരി അനുഭവത്തോടു കൂടെ ദൈവത്തിലേക്ക് വന്നു. They had a direct encounter with God. ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായിരിക്കുന്ന ബന്ധം അവർക്കുണ്ടായിരുന്നു. So even though Paul wrote several epistles, അതുകൊണ്ട് തന്നെ പല കത്തുകൾ പൗലോസ് എഴുതിയിരുന്നെങ്കിലും पौलुस ने कुरिन्थियों के लिए लिखा, അത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, भले वो रोमियों के लिए लिखा हो, അത് റോമർക്ക് എഴുതിയതാണെങ്കിലും भले वो फिर थेसलोनिका को लिखा हो, തെസ്സലോനിക്കർക്ക് എഴുതിയതാണെങ്കിലും उसने तिमोथी को लिखा, തിമോത്തിയോസിന് बहुत എഴുതിയതാണെങ്കിലും लोगों को लिखा, പലർക്കും എഴുതിയിട്ടുണ്ട്. इफिसियों के लिए लिखा, कुलिसियों के लिए लिखा, എഫെസോനിക്കയിലും അതുപോലെ തന്നെ കൊലോസ്യർക്കും ഒക്കെ എഴുതിയിട്ടുണ്ട്. लेकिन सबसे ब्यूटीफुल लेटर फिलिपियों के लिए लिखा। പക്ഷെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനമാണ് ഏറ്റവും മനോഹരമായിരിക്കുന്ന ലേഖനം. Because फिलिपियों की चर्च जो बना वो डिफरेंट टाइप का था। കാരണം ഫിലിപ്പിയിലുള്ളതായിരിക്കുന്ന സഭ ഉണ്ടായത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. तो हम अब फिलिपियन के फिलिपियंस में आ रहे हैं। അതുകൊണ്ട് ഫിലിപ്പിയൻ ലേഖനത്തിലാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത്. First time Paul is writing a letter to this church. ഈ സഭയ്ക്ക് പൗലോസ് ആദ്യമായി എഴുതുന്ന ഒരു കത്താണ് ഫിലിപ്പിയ ലേഖനം. And let's go with chapter number 1. അതുകൊണ്ട് തന്നെ അതിന്റെ 1-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നോക്കാം. Everybody ready? എല്ലാവരും തയ്യാറാണല്ലോ? पूरे बाइबल के अंदर ഈ മുഴുവൻ ബൈബിളിലും there is not a single chapter like the chapter of Philippians. ഫിലിപ്പിയ ലേഖനത്തിന്റെ 1-ാമത്തെ ചാപ്റ്റർ പോലെയുള്ള മറ്റൊരു ചാപ്റ്റർ ഇല്ല. एक क्रिश्चियन लाइफ का फुल लाइफ, पूरा लाइफ एक चैप्टर के अंदर है। ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ മുഴുവൻ ജീവിതവും ഈ 1-ാമത്തെ ചാപ്റ്ററിൽ പൗലോസ് ഉल्लेखനം ചെയ്തിട്ടുണ്ട്. अगर आपको फिलिपियों के इस चैप्टर नंबर 1 अगर आपको आ गया, 1-ാമത്തെ ലേഖനത്തിന്റെ ഈ ഫിലിപ്പിയ ലേഖനത്തിന്റെ 1-ാമത്തെ
ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ you got Bible. നിങ്ങൾക്ക് ബൈബിളിന്റെ സന്ദേശം മനസ്സിലാക്കാൻ സാധിക്കും. Just one chapter is good enough. ആ ഒറ്റ ചാപ്റ്റർ മതി. Ready? ഓക്കേ, All right. വായിക്കാൻ തയ്യാറാണോ? So इस chapter में ഈ ഒന്നാമത്തെ അധ്യായത്തിൽ विटनेस करने के लिए या अपने गवाही देने के लिए, in order to witness, Paul through Holy Spirit is bringing 3 stages of life. 3 ജീവിതത്തിന്റെ തലങ്ങളെയാണ് പൗലോസ് ഈ ക്രിസ്തുവിന് വേണ്ടി സാക്ഷികളാവുന്നതിനോടുള്ള ബന്ധത്തിൽ ഈ ഒന്നാമത്തെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. So far everything is 3. ഇതുവരെ നമ്മൾ പറഞ്ഞു വന്ന എല്ലാ കാര്യങ്ങളും 3 ആയിട്ട് വരികയാണ്. This is also 3. ഇതും 3 കാര്യങ്ങളാണ്. 3 stages of Christian life. ക്രിസ്തീയ ജീവിതത്തിന്റെ 3 തലങ്ങൾ. 3 stages of witnessing. ആ ക്രിസ്തീയ സാക്ഷീകരണത്തിന്റെ 3 തലങ്ങൾ. Now remember, if we slip from one, we cannot be promoted to the next one. മനസ്സിലാക്കണം, ഒന്നാമത്തെ ആ തലത്തിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് മൂന്നാമത്തെ തലത്തിലേക്ക് എത്താൻ ഒക്കത്തില്ല. Never. ഒരിക്കലുമില്ല. We think we are in the third level. നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം നമ്മൾ മൂന്നാമത്തെ തലത്തിലാണ്. हमें ऐसा लगेगा कि हम तीसरे में पहुंच गए. നമ്മൾ മൂന്നാമത്തെ തലത്തിൽ എത്തി എന്ന് ഒരുപക്ഷെ. लेकिन बिना पहली सीढ़ी और दूसरी सीढ़ी के हम तीसरी सीढ़ी में नहीं जा सकते. ആമേൻ. നിങ്ങൾക്ക് ഒന്നും രണ്ടും ആ സ്റ്റെപ്പുകളിലൂടെ അല്ലാതെ മൂന്നാമത്തെ ആ സ്റ്റെപ്പിലേക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല. So number 1. ഒന്നാമതായി Chapter number 1 verse 1 till 11 है, but we are not going to read everything. ആമേൻ. ഒന്നാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്, പക്ഷെ മുഴുവനായി നമ്മൾ അത് വായിക്കാൻ പോകുന്നില്ല. Let me read in, okay, मैं हिंदी में पढ़ूं इसको, है ना? ഞാൻ അത് ഹിന്ദിയിൽ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. फिलिपियों की पत्री उसका 3रा 4था 5वां, मैं हिंदी में पढ़ता हूं, ठीक है? ഫിലിപ്പിയ ലേഖനം 3, 4, 5 വാക്യങ്ങളാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. मैं जब जब तुम्हें स्मरण करता हूं, तब तब अपने परमेश्वर का धन्यवाद करता हूं, और जब कभी तुम सबके लिए विनती करता हूं तो सदा आनंद के साथ विनती करता हूं, इसलिए कि तुम पहले दिन से लेकर आज तक सुसमाचार के फैलाने में मेरे सहभागी रहे हो. ഒന്നാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. So ये जो मैसेज है मैं इंग्लिश में पॉइंट बनाया, इसलिए हिंदी और मलयालम में क्या उतना वो पॉइंट को मैं एग्जैक्टली बता नहीं पाऊंगा, लेकिन मैं इंग्लिश का कुछ पद आपके लिए पढ़ना चाहूंगा. I thank my God upon every remembrance of me, of you, always in every prayer of mine, making requests for you all with joy, for your fellowship in the gospel. What is that? Your fellowship in the gospel. Number 1, what we are going to talk is fellowship in the gospel. ഒന്നാമതായി നാം സംസാരിക്കാൻ പോകുന്നത് സുവിശേഷീകരണത്തിൽ നിങ്ങൾക്കുള്ള പങ്ക്, കൂട്ടായ്മ. Yes, fellowship in the gospel. സുവിശേഷത്തിലുള്ള കൂട്ടായ്മ. As Paul is writing this letter, ഈ പൗലോസ് ഈ ലേഖനം എഴുതുന്ന സമയത്ത് he said the first stage of Christian life is your fellowship in the gospel. ഒന്നാമത്തെ സാക്ഷീകരണത്തിലുള്ള ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് സുവിശേഷീകരണത്തിലുള്ള നമ്മുടെ കൂട്ടായ്മയാണ്. What is the meaning of that? അതിന്റെ അർത്ഥം എന്താണ്? Fellowship की संगति क्या है? ये सुसमाचार की संगति क्या चीज है? സുവിശേഷീകരണത്തിലുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് എന്താണ്? Every Christian, this is the first stage is sons and daughters. ഈ ഒന്നാമത്തെ ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കർത്താവിന്റെ കുഞ്ഞുങ്ങളാണ്, പുത്രന്മാരും പുത്രിമാരും. नहीं भूलना है तो लिख लेना. ഓക്കെ, നിങ്ങൾ മറന്നു പോകാതിരിക്കണമെങ്കിൽ അത് എഴുതി വെക്കണം, नहीं तो भूल जाओगे. അല്ലെങ്കിൽ അത് മറന്നു പോകും. ओके, मरदों परदों के वो. അല്ലെങ്കിൽ അത് എഴുതി വെച്ചാൽ മറന്നു പോകും. So पहला चीज है संगति. അവൻ ഒന്നാമത്തെ കാര്യം കൂട്ടായ്മ. First time we all come to the fellowship. നമ്മൾ ഒന്നാമതായി ആ കൂട്ടായ്മയിലേക്ക് നമ്മൾ വരികയാണ്. God is bringing us in the fellowship. ദൈവമാണ് നമ്മളെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുന്നത്. When we come to fellowship, we become sons and daughters. ആ കൂട്ടായ്മയിലേക്ക് വരുന്നതായ സമയത്ത് നമ്മൾ കർത്താവിന്റെ കുഞ്ഞുങ്ങളായിട്ടാണ് മാറുന്നത്. हम लोग सब पहली बार जब मसीह में आते हैं तो उसके बेटे और उसकी बेटियां. നമ്മൾ ഒന്നാമതായി കൂട്ടായ്മയിലേക്ക് വരുന്ന സമയത്ത് കർത്താവിന്റെ പുത്രന്മാരും പുത്രിമാരുമായി മാറുകയാണ്.
जब वो संगति में आते हैं तो पौलुस कहता है 3 things that we do as sons and daughters. അങ്ങനെ കർത്താവിന്റെ പുത്രന്മാരും പുത്രിമാരുമായി മാറുമ്പോൾ ഈ കൂട്ടായ്മയിൽ 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. Everybody who claims, how many of you are sons and daughters? ഇതിവിടെ എത്ര പേര് കർത്താവിന്റെ പുത്രന്മാരും പുത്രിമാരുമാണ്? कॉन्फिडेंस उन्होंने करने को नहीं दिखा എത്ര പേർക്ക് ഉറപ്പുണ്ട്? कितने लोगों को बिल्कुल हिम्मत के साथ कहते हैं मैं उसका पुत्र और पुत्री हूं? ഉറപ്പോടുകൂടി എത്ര പേർക്ക് പറയാൻ സാധിക്കും ഞാൻ കർത്താവിന്റെ മകനാണ് മകളാണെന്ന്? अब मैं एक बार और हाथ उठाने बोलूंगा. ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം. ओके नहीं मैं आपको मेरे ये मैसेज के बाद ये पॉइंट के बाद पूछूंगा कितने लोग सन्स और डॉटर्स हैं. ആ ഈ മെസ്സേജ് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ചോദിക്കും നിങ്ങളിൽ എത്ര പേര് കർത്താവിന്റെ പുത്രന്മാരും പുത്രിമാരുമാണ്? What is the role of sons and daughters? ഓരോ പുത്രന്റെയും പുത്രിയുടെയും റോള് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? बाइबल में जो लिखा है वो मैं आपको बताने जा रहा हूं. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. पॉल कहता है, पौलुस कहता है പൗലോസ് ഇവിടെ പറയുകയാണ് 3 things. 3 കാര്യങ്ങൾ. Sons and daughters, 3 things we need to have that. പുത്രന്മാരും 3 കാര്യങ്ങളെ കുറിച്ച് ഓർക്കണം. Number 1, ഒന്നാമതായി I have you in my mind. ഞാൻ നിങ്ങളെ എന്റെ മനസ്സിൽ വെച്ചിരിക്കുക. അതെ, മലയാളത്തിൽ സ്മരിക്കുന്നു എന്നാണ്. मैं तुम्हें स्मरण करता हूं. ഞാൻ നിങ്ങളെ സ്മരിക്കുന്നു അല്ലെങ്കിൽ ഓർമ്മിക്കുന്നു. और फिर पॉल कहता है तुम मेरे दिल में बसते हो. നിങ്ങൾ എന്റെ ഹൃദയത്തിൽ വസിക്കുന്നു. नंबर 3, മൂന്നാമതായി तुम मेरे प्रार्थना में सदा रहते हो. അവൻ നിങ്ങൾ എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും എന്റെ മുൻപാകെ ഇരിക്കുന്നു. So sons and daughters, അവൻ പുത്രന്മാരും പുത്രിമാരും अगर हम sons और daughters हैं, നമ്മൾ പുത്രന്മാരും പുത്രിമാരുമാണെങ്കിൽ 3 चीज करना है. 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. जिसके साथ मैं बैठता हूं, അവൻ ആരുടെ കൂട്ടത്തിലാണ് നമ്മൾ जिनके साथ मैं चर्च में जाता हूं, അവൻ ആരുടെ കൂടെയാണ് നമ്മൾ സഭയിൽ പോകുന്നത്, जिस परिवार में मैं रहता हूं, ഏത് കുടുംബത്തിലാണ് നമ്മൾ വസിക്കുന്നത്, 3 चीज होना चाहिए. അവിടെ 3 കാര്യങ്ങൾ ഉണ്ടാവണം. जिसके साथ मैं रहता हूं सबसे पहले वो मेरे स्मरण में रहना चाहिए. ആരുടെ കൂട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് അവർ നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കും. मेरे माँ बाप हो, അത് നമ്മുടെ മാതാപിതാക്കളായിരിക്കും, मेरे भाई बहन हो, നമ്മുടെ ബ്രദർ സിസ്റ്റർ, चर्च के मेंबर्स हो. ചർച്ചിലെ മറ്റുള്ള സഹോദരി സഹോദരന്മാരാകട്ടെ, If you are really in the fellowship of Christ, അവരുമായി നിങ്ങൾ തീർച്ചയായും കർത്താവിന്റെ കൂട്ടായ്മയിലാകുന്നുവെങ്കിൽ your friends, your brothers, your sisters, your family, number 1, they should be in your mind. അവർ നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കണം, സ്മരണയിൽ इसका ഇരിക്കണം. मतलब क्या है? എന്ന് പറഞ്ഞാൽ എന്താ? They are in my thoughts. അവർ എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ उनके लिए मैं सोचता हूं. അവരെ കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. उनके लिए मैं सोचता हूं. ഞാൻ അവരെ കുറിച്ച് मैं ചിന്തിച്ചുകൊണ്ടിരിക്കും. जब भी करता हूं सबसे पहले मैं उनके बारे में सोचता അവൻ हूं. എപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നു അപ്പോഴൊക്കെ നമ്മൾ അവരെ കുറിച്ച് ചിന്തിക്കുന്നു. मैं अपने बारे में नहीं सोचता, എന്നെ കുറിച്ചല്ല ഞാൻ ചിന്തിക്കുന്നു, मैं उनके बारे में सोचता ഞാൻ हूं. അവരെ കുറിച്ച് ചിന്തിക്കുന്നു. मेरी सुविधा क्या है वो नहीं है इंपॉर्टेंट, എനിക്കുള്ള സൗകര്യങ്ങൾ എന്താണ് അതല്ല പ്രധാനപ്പെട്ടത്. उनकी सुविधा क्या है वो है इंपॉर्टेंट. അവരുടേതായിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് അതാണ് എനിക്ക് പ്രധാനം. चर्च में मुझे क्या मिलेगा वो नहीं है इंपॉर्टेंट. ചർച്ചിൽ എനിക്ക് എന്താ കിട്ടാൻ പോകുന്നത് അതല്ല मेरे भाई को क्या मिल रहा है, അവൻ സഹോദരൻ, मेरे बहन को क्या मिल रहा है. എന്റെ സഹോദരിക്ക് എന്തിരിക്കുന്നു. आप पेंटिकॉस्टल हो सकते हो कई सालों से, അവൻ വളരെ വർഷങ്ങളായിട്ട് നിങ്ങൾ പെന്തക്കോസ്ത് സഭയിലായിരിക്കാൻ പോകുന്നത്, और आप एक चर्च में जाते होंगे. നിങ്ങൾ ഒരു സഭയിലായിരിക്കും പോകുന്നത്. That is not the qualification to be sons and daughters. അതല്ല ഒരു 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 പുത്രനും പുത്രിയുമായിരിക്കുന്നതിനുള്ള. Number 1, all our dear ones should be in our mind. അവൻ വിശ്വാസത്തിൽ കൂട്ടായ്മയിലുള്ള പ്രിയമുള്ളവർ എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ. Oh, I think about them. അവൻ അവരെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിച്ചു. I have concern for them. അവരെ കുറിച്ചുള്ള ഒരു കൺസേൺ എപ്പോഴും നമ്മുടെ. They are dying. I have a concern for them. അവൻ അവരെ കുറിച്ചുള്ള കൺസേൺ എപ്പോഴും നമ്മുടെ ഉള്ളിൽ. If somebody lost a job, I have a concern for them. ആരുടെയെങ്കിലും ജോലി പോയി കഴിഞ്ഞാൽ അവരെ കുറിച്ചുള്ള കൺസേൺ. Somebody is sick, I have a concern for them. ആരെങ്കിലും രോഗികളായിരിക്കുന്നെങ്കിൽ അവരെ കുറിച്ചുള്ള കൺസേൺ. Somebody is going through a tough time, I have a concern for them. ആരെങ്കിലും കഠിനമായിരിക്കുന്ന ജീവിത അനുഭവങ്ങളിലൂടെ പോകുന്നെങ്കിൽ അവരെ കുറിച്ചുള്ള ചിന്ത. Though I just want to let you know one thing. അവൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. If I don't have a concern for my family members, for my church members, I am not a son, not a daughter. വിശ്വാസത്തിൽ നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തകളില്ലെങ്കിൽ, അവരെപ്പോഴും നമ്മുടെ മനസ്സിൽ ഇരിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആരും പുത്രന്മാരും പുത്രിമാരുമല്ല. पौलुस ये कह रहा है, പൗലോസ് എന്താ ഇവിടെ പറയുന്നത്? मैं जेल में बैठा हूं, ഞാനിവിടെ ജയിലിലാണ് കിടക്കുന്നത്. मैं जेल में बैठा हूं, ഞാനിവിടെ ജയിലിലാണ് ഇരിക്കുന്നത്. मेरे को वरी करने के लिए बहुत सारी चीजें ആ हैं, ജയിലിൽ ഇരിക്കുന്ന എനിക്ക് ചിന്തിക്കുന്നതിന് വേണ്ടി
जब ये पॉल लेटर लिख रहा है तो वो रोमन्स में है, जेल के अंदर बैठा हुआ है, इनजस्टिस हुआ उसके साथ, अन्याय हुआ उसके साथ, लेकिन जेल में बैठकर वो अपने अन्याय के बारे में नहीं सोच रहा है। वहां बैठकर मेरे साथ इतना बुरा हुआ करके रो नहीं रहा है, मेरे को इतना मार पड़ा करके नहीं रो रहा है, अभी तक मेरा सूरज भी नहीं देखा करके रो नहीं रहा है। बोला मेरा चेन कोई बात नहीं, मेरे चेन से मुझे कोई परवाह नहीं, लेकिन फिलिपियों के चर्च के लोगों से कह रहा है तुम मेरे दिमाग में बसते हो। I just want to let you one thing, brothers and sisters. When your brother and sister is dying with issues and they are going through rough time, how can you make a party for yourself? When you see somebody struggling, कोई आप देख रहे हैं कि वो स्ट्रगल कर रहा है, परेशान हो रहा है, मुसीबत में है, कैसे हम यहाँ पर आनंद के साथ बैठ सकते हैं दोस्तों? They need to be in our thoughts. Now Paul is saying the next thing, not just in thoughts. You live here. मेरे हृदय में बसते हो, लेगा आगे लिखा है मेरे हृदय में बसते हो। What does that mean? Not just thoughts, but I love you. I love you, love you. मेरे अजीज दोस्तों एक बात का ध्यान रखिए, अगर हम अपने परिवार के लोगों से प्यार नहीं कर सकते, जिसके साथ रोज रहते हो, रोटी तोड़ते हो, उसको प्यार नहीं कर सकते, और अगर हम कहते हैं कि I love God, absolutely wrong. बाइबल यूं कहता है, जब तू दिखने वाले तेरे भाई और बहन से मोहब्बत नहीं कर सकता, तो ना दिखने वाले खुदा से तू कैसे मोहब्बत कर सकता? Somebody praise God today. Somebody praise God today. Hallelujah. Hallelujah. आप कितनी बड़ी मिनिस्ट्री करते हैं इससे कोई मतलब नहीं है, आप कितने बड़े प्यास करो इससे कोई मतलब नहीं है। Being sons and daughters, we need to have our people in our thoughts. Second, we need to have the people in our hearts. Number 3, सिर्फ माइंड में और हार्ट में अकेला नहीं है, अगला स्टेप है। फर्स्ट स्टेप इज टू थिंक अबाउट दैट, to think about them. Second step, love them. Third step, pray for them. भाई मैं आपके लिए बहुत दुआ कर रहा हूँ, भाई मैं आपके लिए बहुत दुआ कर रहा हूँ, मैं रोज सुबह शाम प्रार्थना करता हूँ, कोई फायदा ही नहीं है। ब्लंडर, बिल्कुल ब्लंडर, क्योंकि जब तक एक व्यक्ति जिसके लिए आप दुआ करते हैं उसको पहले दिमाग में बिठाओ, फिर उसको दिल में बिठाओ, फिर उसको दुआ में बिठाओ। ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നമ്മുടെ ചിന്തകളിൽ വേണം, നമ്മുടെ ഹൃദയത്തിൽ വേണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ പ്രാർത്ഥനകളിൽ നമ്മൾ ഓർക്കുന്നു। क्यों हमारी प्रार्थनाओं में ताकत नहीं है? എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, क्यों हमारी प्रार्थनाओं में डिलीवरेंस नहीं है? അതുകൊണ്ട് എന്തുകൊണ്ടാണ് വിടുതൽ നടക്കാത്തത്? Why there is no deliverance? എന്തുകൊണ്ടാണ് വിടുതൽ നടക്കാത്തത്? We pray for them, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, but what's the problem? എന്താ പ്രശ്നം? They are not in our minds. അവർ നമ്മുടെ മനസ്സിലില്ല. They are not in our hearts. നമ്മുടെ ഹൃദയത്തിലില്ല. Until and unless somebody comes in your mind and heart,
then only the third thing happens, and that is a powerful prayer. ആമേൻ. അവരെ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും അതുപോലെ തന്നെ ഹൃദയത്തിലും ഇരിക്കുന്നതിൽ മാത്രമേ മൂന്നാമത്തെ കാര്യത്തിൽ ശക്തി ഉണ്ടാകത്തുള്ളൂ. അത് പ്രാർത്ഥനയാണ്. Can I get a good amen? ഹല്ലേലൂയ. Now my question is, ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ചോദിക്കുകയാണ്, are we sons and daughters? നമ്മുടെ യഥാർത്ഥമായ പുത്രന്മാരും Don't പുത്രിമാരും lie. Don't lie. അവൻ കള്ളം പറയല്ലേ. Please don't lie. അവൻ കള്ളം പറയല്ലേ. The best thing is to say, I am wrong, O Lord. Please forgive me. അവൻ ഏറ്റവും നല്ലത് ദൈവത്തിന് മുമ്പാകെ സത്യം പറയുകയാണ്, കർത്താവേ അപ്രകാരം എനിക്കില്ല, എന്നോട് ക്ഷമിക്കണമേ, എന്നെ അപ്രകാരമാക്കി തീർക്കണം. ये आने वाले दिनों में रॉक ऑफ नेशन के अंदर ആമേൻ. റോക്ക് ഓഫ് ദ നേഷൻ ചർച്ചിന്റെ അകത്ത് വരുന്ന ദിവസങ്ങളിൽ कुछ sons और daughters पैदा होने पाए. ആമേൻ. ചില പുത്രന്മാരും പുത്രിമാരും ഉണ്ടാകും. हालेलुया. ഹല്ലേലൂയ. मैं आपके से दुआ के लिए नहीं करता. ആമേൻ. വെറും പ്രാർത്ഥിക്കുന്ന ആളുകളല്ല. मैं आपके बारे में सोचता हूँ. ഞാൻ സഹോദരൻ നിന്നെ കുറിച്ച് मैं आपसे प्यार करता हूँ, ആമേൻ. നിന്നെ സ്നേഹിക്കുന്നു. मोहब्बत करता हूँ, ആമേൻ. നിന്നെ വളരെ ആഴമായി और സ്നേഹിക്കുന്നു. फिर मैं दुआ करता हूँ. ആമേൻ. അതോടുകൂടി ഞാൻ നിനക്ക് വേണ്ടി एक बार खुदा को धन्यवाद करेंगे सब लोग. ആമേൻ. हालेलुया. एक बार ताली बजा के प्रभु की महिमा करेंगे. हालेलुया. हालेलुया. पवित्र आत्मा से बोले, Lord change my heart. ആമേൻ. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞാട്ടെ, Can somebody say that today? Lord change my heart. Please change my heart, Lord. Unless you know and understand the word of God, you won't able to ask that. Say that, Lord, I want to see a powerful prayer. When I lay hand, I want to see a miracle. When I lay hand, I want to see a miracle. In the church, I want to see deliverances. I want to see healings in the church. In the family, I want to see healings. Inside the family, I want to see chains being broken down. Every traditional chain has to be broken down. Every evil spirit has to leave. Every black magic has to be broken. Come on. In the name of Jesus. In the name of Jesus. I want to see deliverance in the families. I want to see deliverance in the church. Hallelujah. Hallelujah. I bind every power of darkness in the name of Jesus Christ. Hallelujah. Hallelujah. Come on, everybody. Right now, can you just ask him to the Lord? Hallelujah. Hallelujah. കുടുംബത്തിലെ നന്മകളെ ചോർത്തിക്കളയുന്ന അന്ധകാരത്തിലെ മക്കളെന്ന് ഉയരത്തിലെ എന്ന വാക്ക് വിധിക്കുന്ന വിധികള് യേശു കർത്താവിന്റെ നാമത്തിൽ എല്ലാ ശാപവാക്കുകൾ, എല്ലാ നെഗറ്റീവ് വാക്കുകൾ, എല്ലാ ശാപവാക്കുകൾ നിന്റെമേൽ ഊതിയ എല്ലാ ശാപവാക്കുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടുമാറിമാറട്ടെ. Every negative verdicts, everything that comes against the family, that comes against the success, that comes against the prosperity, that comes against the healing, that comes against the deliverance, I rebuke it in the name of Jesus Christ. Hallelujah. Hallelujah. Right now receive the deliverance. Hallelujah. Ask the Lord, Lord, I want a change. I need a change. Hallelujah. Change my heart. Change my heart. Change my prayer. Oh, we worship you, God. We worship you, God. This is step number 1. ഒന്നാമത്തെ പടി എന്ന് പറയുന്നത്. Hallelujah. Praise God. Verse 9 says this. ഒമ്പതാമത്തെ വാക്യം ഇങ്ങനെ And വായിക്കുന്നു. I want you all to look into your Malayalam and Hindi Bibles. നിങ്ങളുടെ ഹിന്ദിയും മലയാളത്തിലുള്ള ബൈബിളുകൾ ഒന്ന് നോക്കി കാണാം. As in the fellowship, what is the passing mark or what is the transition point from this grade to the next grade? ഈ അവസ്ഥയിൽ നിന്ന് നെക്സ്റ്റ് ഗ്രേഡിലേക്ക് അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് മാറുന്ന ആ പടി അത് ഏതാണ്? Verse 9. ഒമ്പതാമത്തെ വാക്യത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. And this I pray, ആമേൻ. that your love may abound and more in knowledge
and in all discernment. Amen. മലയാളത്തിൽ വായിച്ചോ. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. So जब हम बच्चे हैं, sons और daughters हैं जब, അവൻ നമ്മള് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുന്ന ഈ അവസ്ഥയിൽ 3 चीजों को पाना है और 3 കാര്യങ്ങളും കൂടെ നമുക്ക് പ്രാപിക്കണം. first is love. ഒന്നാമത് സ്നേഹം. Amen. Hallelujah. Amen. Amen. Second, knowledge. രണ്ടാമത്തേത് ജ്ഞാനം. What is that knowledge? ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? Whom I believe and why do I believe? അവൻ ഞാൻ ആരെ വിശ്വസിക്കുന്നു, എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? Why you believe in Christ? എന്തുകൊണ്ടാണ് കർത്താവിൽ വിശ്വസിക്കുന്നത്? That is the point that we need to understand. അത് നമ്മൾ മനസ്സിലാക്കുന്നവരായിരിക്കും. Third thing. മൂന്നാമത്തെ കാര്യം, Hello, discernment. നമ്മൾ വിവേചിക്കുന്നവരായിരിക്കണം. Discernment. ആമേൻ. ഭേദാഭേദങ്ങളെ വിവേചിക്കുന്നവരായിരിക്കണം. മലയാളത്തിൽ പറയാറുണ്ട് വരമൊക്കെ ഉണ്ട്, പിന്നെ വി ഇല്ലെന്നേ ഉള്ളൂ. ഭയങ്കര വരമാണ്, പക്ഷെ എന്തില്ല, വി വരമില്ല. വി എന്നുള്ള വരമുണ്ട്, അതില്ല. ഭയങ്കര വരങ്ങളുണ്ട്, ഭയങ്കര വരങ്ങളുണ്ട്. हिंदी में बोल भी सकते. हाँ, हिंदी में बोल, इसलिए तो मैंने मदद में बोला. एक ऐसा जिसको बोलते हैं विवेक, विवेक ऐसा विवेक हो जो सही गलत को पहचान सके. ആമേൻ. ആമേൻ. ഭേദാഭേദങ്ങളെ വിവേചിക്കുന്ന കഴിവ്. जैसे ही आपके सामने कोई लड़ने आता है, ആരെങ്കിലും നിങ്ങളോട് അടികൂടാൻ വേണ്ടി വരികയാണെന്ന് വിചാരിക്കുക. विवेक से समझ लो इसके अंदर आत्मा कौन सी है. ആമേൻ. നിങ്ങൾ വിവേകത്തോടെ കൂടി മനസ്സിലാക്കണം ഇവന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് ഏതാണ്. हेलो, सारे झगड़ों का जवाब नहीं देना है. ആമേൻ. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല. जो कोई झगड़ा करने आया तो झगड़े का जवाब देने की जरूरत नहीं है. ആമേൻ. ഒരു ആരെങ്കിലും നിങ്ങളുമായിട്ട് അടികൂടാൻ വേണ്ടി വരുന്നെങ്കിൽ അവരുമായിട്ട് അടികൂടേണ്ട ആവശ്യമില്ല. Sons and daughters होने के नाते this is the point जहां God आपको प्रमोशन देता है. അവൻ പുത്രന്മാരും പുത്രിമാരുമായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് തുടർന്ന് ഉന്നതമായിരിക്കുന്ന പദവിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾ കവർ ചെയ്യണം. मैं बताऊंगा प्रमोशन क्या है. ആ പ്രൊമോഷൻ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. बताऊंगा मैं. ഞാനത് പറയാം. लेकिन प्रमोशन कब मिलता है पता है? അവൻ ഈ പ്രൊമോഷൻ കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? 3 चीज मिलना चाहिए. 3 കാര്യങ്ങൾ ഉണ്ടാവണം. लव, സ്നേഹം, सेकंड नॉलेज. നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടായിരിക്കണം. किसको आप विश्वास करते हो, क्यों विश्वास करते हो? ആരെ വിശ്വസിക്കുന്നെന്നും എന്തുകൊണ്ട് വിശ്വസിക്കുന്നെന്നും. थर्ड विवेक. മൂന്നാമത്തേത് ഭേദാഭേദങ്ങളെ വിവേചിക്കണം. कि ये आज हो रहा है, ये जो बोल रहा है कौन सी आत्मा में बोल रहा है. അവൻ ഇന്ന് ഈ പറയുന്ന വ്യക്തി എന്നോട് കൂട്ടിമുട്ടുന്ന വ്യക്തി ഏത് ആത്മാവിലാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം. Right? ऐसे होने पर there is a second position. അങ്ങനെ നമുക്ക് ഈ 3 കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു സ്ഥാനക്കയറ്റം കിട്ടും. And that is next few verses. അവൻ തുടർന്നുള്ള വാക്യങ്ങളിലാണ് ആ സ്ഥാനത്തെ तो കുറിച്ച്. पहला हमने fellowship of the gospel देख लिया. നമ്മൾ ഒന്നാമതായി സുവിശേഷീകരണത്തിലുള്ള കൂട്ടായ്മയെ കുറിച്ച് കണ്ടു. Number 2, furtherance of the gospel. അവിടെ പറഞ്ഞിരിക്കുന്ന തുടർന്നുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സുവിശേഷീകരണത്തിന്റെ വ്യാപ്തി. Hello, furtherance of the gospel. സുവിശേഷീകരണത്തിന്റെ വ്യാപ്തി. So verse 12 and down. അവൻ 12ാം വാക്യം മുതലുള്ള വാക്യങ്ങൾ वहां पर ऐसा लिखा है कि अब हिंदी में कोई पढ़ लेंगे हम, 12 से पढ़ेंगे. ഇന്ത്യയിൽ 12 മുതലുള്ള വാക്യങ്ങൾ. So वहां पर ऐसा लिखा है, सो हे मेरे प्यारो, जिस प्रकार तुम सदा से आज्ञा मानते आए हो, वैसे ही अब ना केवल मेरे साथ रहते हुए, विशेष कर मेरे दूर रहने पर भी डरते और कांपते हुए अपने उद्धार के कार्य पूरा करते जाओ, क्योंकि परमेश्वर ही है जिसने अपनी सुइच्छा निमित्त तुम्हारे मन में इच्छा और काम दोनों बातों करने पर प्रभाव डालता है. मलयालम में पढ़ ले फ्रॉम, आई विल से स्टार्ट फ्रॉम 12 onwards. 12ാമത്തെ വാക്യം മുതൽ. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അഭിവൃദ്ധി. हाँ, तो वहां ऐसा लिखा है, जो कुछ मुझे हुआ उस सब के जरिए सुसमाचार की व्याप्ति हुई है. അവൻ എനിക്ക് സംഭവിച്ച എല്ലാ കാരണങ്ങളും നിമിത്തം ആ വിഷയങ്ങൾ നിമിത്തം സുവിശേഷീകരണത്തിന്റെ
വ്യാപ്തി ഉണ്ടാകുക. पहला क्या था? ഒന്നാമതായി എന്താണ്? सुसमाचार का फेलोशिप, संगति. ആമേൻ. സുവിശേഷീകരണത്തിനുള്ള കൂട്ടായ്മയാണ് ഒന്നാമത്. सेकंड, രണ്ടാമത് सुसमाचार की व्याप्ति. ആമേൻ. രണ്ടാമതായി സുവിശേഷത്തിന്റെ അഭിവൃദ്ധി. सुसमाचार का फर्स्ट, सुसमाचार का फेलोशिप में व्हाट इज आवर टाइटल? ആമേൻ. ഒന്നാമത്തെ കൂട്ടായ്മയിൽ നമ്മുടെ ടൈറ്റിൽ എന്താണ്? हेलो हेलो हेलो, अभी थोड़ी देर में भेजता हूं मैं आपको, सो मत. पहला क्या था? ഒന്നാമത്തേത് എന്താണ്? फेलोशिप. സുവിശേഷീകരണത്തിനുള്ള What is your കൂട്ടായ്മ. title in fellowship? Sons and daughters. What is the second one? രണ്ടാമത്തേത് എന്താണ്? Furtherance. സുവിശേഷീകരണത്തിന്റെ അഭിവൃദ്ധി. Right? Now the title is changing. അവിടെ നമ്മുടേതായിരിക്കുന്ന ടൈറ്റിൽ മാറുകയാണ്. We are the servants of God. നമ്മൾ അവിടെ കർത്താവിന്റെ വേലക്കാരാണ്. Here we become servants. ഇവിടെ നമ്മൾ കർത്താവിന്റെ ശുശ്രൂഷകരാണ്. That doesn't mean that you are no longer sons and daughters. നിങ്ങൾ പുത്രന്മാരും പുത്രിമാരും അല്ല എന്നല്ല അർത്ഥമാക്കുന്നത്. That is there. അത് അവിടെ ഉണ്ട്. We get a second title. ആമേൻ. നമുക്ക് രണ്ടാമത്തെ ഒരു ടൈറ്റിൽ കിട്ടി. I am sons and daughter, but I am also now a servant. ഞാനൊരു പുത്രനും പുത്രിയുമാണ്. അപ്പോൾ തന്നെ ഞാൻ കർത്താവിന്റെ ഒരു ശുശ്രൂഷകനാണ്. Hello. ഹല്ലേലൂയ. Hello. ഹല്ലേലൂയ. Hello. Praise God. You know what is the problem? എന്താ വിഷയം അറിയോ? आपको पता प्रॉब्लम क्या? വിഷയം എന്താണെന്ന് അറിയോ? हम sons and daughters नहीं बन गए, लेकिन क्या बन गया? പലപ്പോഴും നമ്മൾ പുത്രന്മാരും പുത്രിമാരും ആകാൻ തയ്യാറല്ല. हमको നമ്മൾ क्या बनना है? ശുശ്രൂഷകന്മാരാകാൻ വേണ്ടിയിട്ടാണ്. सबको पास्टर बनना है. सबको पास्टर बनना है. सब रेवरेंड, डॉक्टर, राइट रेवरेंड, बिशप, सबके आगे वो है. ആമേൻ. എല്ലാവരുടെ മുമ്പിൽ റവറൻഡും ഡോക്ടറും ഒക്കെ വെക്കാൻ ആഗ്രഹിക്കുക. लेकिन क्या नहीं बनना हमको? എന്താവാൻ നമ്മൾ തയ്യാറല്ല. You can never become a good servant unless and until you become sons and daughters. പുത്രന്മാരും പുത്രിമാരും ആകാതെ ഒരിക്കലും ഒരു നല്ല ശുശ്രൂഷകനാകാൻ നമുക്ക് പറ്റില്ല. Hello. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. समझ में आ रही मेरी बात? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? एक बात का ध्यान रखना हमेशा. ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വെക്കണം. आपके लीडर के अधीन होकर अगर आपको बैठने नहीं आता, जब आप लीडर बनेंगे तो कोई भी आपके अधीन नहीं बैठेगा. നിങ്ങളുടേതായിരിക്കുന്ന ലീഡറിന്റെ കീഴിൽ നിങ്ങൾക്ക് നിൽക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ अधीन होकर കീഴ്പ്പെടുവാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല എങ്കിൽ നിങ്ങൾ ലീഡർ ആകുമ്പോൾ നിങ്ങൾക്ക് ആരും കീഴ്പ്പെടുത്തില്ല. അതറിയാം സംഭവം. അത് മനസ്സിലാവും. അറിയോ? നിങ്ങൾ സൂപ്പർവൈസർ ആകുന്ന മുമ്പേ ആദ്യം സൂപ്പർവൈസറിന്റെ കീഴിൽ നിന്ന് അവർ പറയുന്ന കാര്യം പഠിച്ചില്ലാതെ നമ്മൾ സൂപ്പർവൈസർ ആയാൽ ആ കളി നടക്കത്തില്ല. ഒരു സൂപ്പർവൈസർ ആയിരിക്കുമ്പോൾ അതിന്റെ കീഴിൽ നിന്ന് പഠിക്കാത്തോളത്തോളം അവൻ നമ്മുടെ സൂപ്പർവൈസർ ആകുമ്പോൾ മറ്റാരും നമ്മുടെ കീഴിൽ നിൽക്കത്തില്ല. समझ में आ रहा है? इसलिए पहले हमें सन्स एंड डॉटर्स बनना है. അവൻ അതുകൊണ്ട് നമുക്ക് ആദ്യം പുത്രന്മാരും പുത്രിമാരും ആകണം. मैं क्यों बोल रहा हूँ? ഞാനിത് എന്തുകൊണ്ടാ പറയുന്നത്? किसी को तो जरूरत है. ആർക്കോ ഒരു ആവശ്യമുണ്ട്. किसी को तो जरूरत है. ആർക്കോ ആവശ്യമുണ്ട്. ഹലോ. നല്ലൊരു അമ്മയാകാതെ നല്ലൊരു അമ്മായിമ്മ ആകാൻ പറ്റില്ല. നല്ലൊരു അമ്മയാകാതെ एक अच्छा माँ ना बनते हैं तो अच्छा सासू माँ नहीं बन सकते. हमेशा बोलते हैं ना, सास भी कभी वो नहीं होता. मैं सीरियल के बारे में नहीं बोल रहा. എല്ലാ അമ്മായിമാരും एक बात का ध्यान रखिए. ഒരു മരുമകളായിരുന്നു ഒരിക്കലും. एक बात का हमेशा ध्यान रखें. ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കണം. यहाँ हम जो भी करेंगे അവൻ നമ്മളിവിടെ എന്തെല്ലാം ചെയ്യുന്നു बिना अनुभव किए वापस नहीं जाएंगे. അവൻ അത് അനുഭവിക്കാൻ നമ്മൾ ഒരിക്കലും മടങ്ങി പോകില്ല. जैसी करनी वैसी भरनी. അവൻ നമ്മുടെ പ്രവൃത്തികൾക്കൊത്ത പ്രതിഫലം നമുക്ക് കിട്ടും. बड़ा हुआ सो क्या हुआ, जैसे पेड़ खजूर पंथी को छाया ना लागे फल लागे अति दूर. पता नहीं सूरदास के बारे में സൂര്യദാസ് എന്ന് പറയുന്ന കവി എഴുതിയതായിരിക്കുന്ന പദമാണ് ഞാൻ പറഞ്ഞത്. ध्यान दीजिए अजीजों, हमने जो किया उससे भरे बगैर हम यहाँ से जाएंगे. അവൻ നമ്മുടെ പ്രവൃത്തികൾക്കൊത്ത പ്രതിഫലം നമുക്ക് ഇവിടെ തീർച്ചയായും കിട്ടുന്നതായിരിക്കും. हेलो. इसलिए हमेशा ध्यान रखो,
बहू को भी जीने दो, खुद भी जियो। അതുകൊണ്ട് മരുമകൾക്ക് ജീവിക്കാൻ അനുവദിക്കുക, നിങ്ങളും സ്വന്തമായിട്ട് ജീവിക്കുക. उसको उसकी जिंदगी हराम कर कर आप भी नहीं जी सकते। അവരുടെ ജിന്ദഗി खराब कर कर പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളുടെ സ്വന്തം ജീവിതം സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കത്തില്ല. दामाद को अच्छे से जीने दो भाई। हैं? उसकी जिंदगी खराब कर कर आप जिंदगी में अच्छे से नहीं जी पाओगे। അവൻ സഹോദര, നിങ്ങളുടേതായിരിക്കുന്ന മരുമകൻ നല്ല സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതം പ്രയാസത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷിച്ച് ജീവിക്കാം. दोस्तों, एक दूसरे का सम्मान करें। അവൻ മറ്റുള്ളവരെ ആദരിക്കുന്നവരായി, हेलो, एक दूसरे का सम्मान करें। മറ്റുള്ളവരെ ആദരിക്കുന്നവരായി. छोटी सी जिंदगी है, ഒരു ചെറിയ ജീവിതമാണ്, छोटी सी जिंदगी ഒരു है, ചെറിയ ജീവിതം. पलक झपकते निकल जाएगी। അവൻ കണ്ണടയ്ക്കുന്നതിനുള്ളിൽ മാറിപ്പോകും. माँ बाप से एक बात कहना चाहूंगा, यहाँ बच्चे हैं, कुछ लोग के बच्चे हैं, അവൻ അമ്മയപ്പന്മാരോട് ചില കാര്യങ്ങൾ പറയും. बच्चों को आपके पास खुदा ने केवल 18-20 साल के लिए दिया है। അവൻ കുഞ്ഞുങ്ങളെ നമ്മുടെ കരത്തിൽ വെറും 18-20 വർഷത്തേക്കാണ് കർത്താവ് തന്നിരിക്കുന്നത്. Give them good memories. അവർക്ക് നല്ല ഓർമ്മകൾ കൊടുക്കുവാൻ Give them good memories. നല്ല ഓർമ്മകൾ കൊടുക്കും. अगर घर का माहौल अच्छा है तो बच्चों के लिए वो अच्छा है। അവൻ ഭവനത്തിന്റെ ആ അന്തരീക്ഷം നല്ലതാകുന്നെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അത് ഏറ്റവും നല്ലതായിരിക്കും. हेलो, माँ बाप कुत्ते बिल्ली के ऐसे लड़ेंगे तो बच्चे बोलेंगे ऐसे ही होता है परिवार, कुत्ते बिल्ली के साथ लड़ना। ഇതെല്ലാം ഹിന്ദിയിലുള്ള ശൈലികളാണ്. That's okay. അമ്മയപ്പന്മാരെ പട്ടിയെ കുറിച്ചായിട്ട് അടി കൂടാൻ തുടങ്ങിയാൽ ഒരിക്കലും മക്കൾ നല്ലവരായിട്ട് വളർന്നില്ല എന്ന് പ്രതീക്ഷിക്കരുത്. बच्चा जब पेट में आ जाता है तब से बच्चा सुनना समझना शुरू कर लेता है। ഒരു കുഞ്ഞ് വയറ്റിലിരിക്കുമ്പോൾ തന്നെ അത് കേൾക്കാനും മനസ്സിലാക്കാനും തുടങ്ങും. Being a good son and daughter. ആമേൻ. നമ്മുടെ ഒരു നല്ല അപ്പനും അമ്മയും ആയിട്ട് നമുക്ക് തീരാം. Hallelujah. Just raise them in a good way. ആമേൻ. നല്ല രീതിയിൽ നമുക്ക് അവരെ വളർത്തിക്കൊണ്ട് Hallelujah. ഹല്ലേലൂയ. पहले अच्छे माँ बाप बन जाए, ആമേൻ. നമ്മൾ ആദ്യം നല്ല അമ്മയപ്പന്മാരായിട്ട് മാറാം. फिर बनेंगे हम पास्टर और मास्टर और सब। ആമേൻ. പിന്നെ നമുക്ക് പാസ്റ്ററും മാസ്റ്ററും ഒക്കെ ആയിട്ട് മാറാം. Right? So second, servants of God. ആമേൻ. രണ്ടാമത്തെ പദവി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശുശ്രൂഷകർ. So वो पद अगर आप अच्छे से पढ़ोगे तो उसको servants of God 3 चीज करना चाहिए। അവിടെയും ദൈവത്തിന്റെ ശുശ്രൂഷകർ എന്ന രീതിയിൽ 3 കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടതുണ്ട്. Number 1, ഒന്നാമത്തെ കാര്യം Christ first. എപ്പോഴും ക്രിസ്തുവിനെ ഒന്നാമതായി വെക്കുക. पहला मसीह, ഒന്നാമതായി കർത്താവ്, second others, ആമേൻ. രണ്ടാമതായി മറ്റുള്ളവര്, third me. ആമേൻ. മൂന്നാമതായിട്ട് ഞാൻ. तब तक सुसमाचार बाहर नहीं फैल सकता जब तक हमारे दिमाग में ये 3 सीक्वेंस नहीं हुआ। സുവിശേഷം പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അടിയിട്ട് അവൻ അടിസ്ഥാനമിട്ടിരിക്കണം. हमारा प्रचार करने में सबसे पहले क्राइस्ट है, നമ്മുടേതായിരിക്കുന്ന പ്രസംഗങ്ങളിൽ ഒന്നാമതായി ക്രിസ്തു, सेकंड है दूसरे लोगों की भलाई, രണ്ടാമതായി മറ്റുള്ളവരുടെ നന്മ, तीसरा है मेरी बात। മൂന്നാമതായിട്ട് എന്റെ വിഷയം. हमारा प्रॉब्लम ऐसा नहीं है। നമ്മുടെ വിഷയം അങ്ങനെയല്ല. आजकल की दुनिया में सर्वेंट्स ऑफ गॉड बहुत है। അവൻ ഇന്നത്തെ ലോകത്ത് ഒത്തിരി ശുശ്രൂഷകന്മാരുണ്ട്. पहला मैं, अब पीछे से शुरू करते हैं। पहला मैं, ആദ്യം ഞാൻ, फिर मेरे माँ बाप, भाई बहन, चर्च वाले, പിന്നെ എന്റെ അമ്മയപ്പന്മാരെ, പിന്നെ എന്റെ ചർച്ച വാല, कुछ बचा तो बस। അവസാനം കർത്താവ് പറ്റുമെങ്കിൽ तो हम पीछे से शुरू होते हैं। പിന്നീട് തുടങ്ങുന്നു. तो दोस्तों, हमें पीछे से शुरू नहीं होना है। അങ്ങനെ അവരെ ചെയ്യേണ്ടതല്ല നമ്മൾ ചെയ്യേണ്ടത്. जो कुछ करें पहला मसीह। അവൻ എന്ത് ചെയ്താലും ആദ്യം ക്രിസ്തു. हालेलुया। जो कुछ करें पहला मसीह। അവൻ എന്ത് ചെയ്താലും ആദ്യം ക്രിസ്തു. खाना नहीं मिलेगा चलेगा, मसीह पहले। അവൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ശരി, ക്രിസ്തു ആദ്യം. कुछ मिले या ना मिले, मसीह पहले। കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ക്രിസ്തു. एक गीत हम गाते हैं, कुछ मिले या ना मिले, अब सारी जिंदगी मसीह के लिए, राइट? അവൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മുഴുവൻ ജീവിതവും കർത്താവിന്. सो पहला क्या होगा? ഒന്നാമതായി बोलिए क्या होगा? मसीह। दूसरा, രണ്ടാമത് दूसरों की भलाई। മറ്റുള്ളവർക്ക് നന്മ. आखिरी में कुछ बच गया तो खुदा मुझे दे दे। അവൻ അവസാനം എന്തെങ്കിലും ശേഷിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ. लेकिन हकीकत में बताऊं, എന്നാൽ ഞാൻ പറയട്ടെ, जिसने भी ऐसा किया है ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ खुदा ने की कोई कमी नहीं छोड़ा। അവൻ ഒരിക്കലും കർത്താവ് കുറവ് വരുത്തിയിട്ടില്ല. അങ്ങനെ സാക്ഷ്യം പറയാൻ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും അങ്ങനെ സാക്ഷ്യം പറയാൻ സാധിക്കുമോ? हालेलुया। ഹല്ലേലൂയ.
हालेलुया ഒരു ജീവിതമുണ്ടെങ്കിൽ आमेन एक ही जिंदगी है ഒറ്റ ഒരു ജീവിതമുണ്ടെങ്കിൽ आमेन एक ही जिंदगी അത് है യേശുവിന് വേണ്ടിയായി തീരട്ടെ. और यीशु मसीह के ഒരു लिए വാക്ക് പറയുവാണെങ്കിൽ കർത്താവിന് വേണ്ടിയായി തീരട്ടെ. बाकी बोलना है तो मसीह के लिए है ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ക്രിസ്തുവിന്റെ നാമത്തിലാകട്ടെ. काम करना है वो मसीह के लिए करना है ദൈവമക്കളെ ആ ഒരു കാര്യം മനസ്സിലുണ്ടെങ്കിൽ ऐसा एक बात हमारे मन में था വെറുതെ ഒരുത്തനെ തല കൈവച്ചാൽ മതി, അവന്റെ മേൽ വിടുതൽ വ്യാപരിക്കും. हमें किसी के ऊपर हम हाथ रखते हैं उनके जीवन में छुटकारा होगा हालेलुया हालेलुया हालेलुया. हालेलुया अगर मसीह मेरे दिमाग में है हमें आദ്യം യേശു എന്നുള്ള വിഷയം നമ്മുടെ ഉള്ളിലുണ്ട് और किसी के लिए भी दुआ करें, हमें നിങ്ങൾ ആർക്കും വേണ്ടി പ്രാർത്ഥിക്കാം अद्भुत और अचंभे कामों के जरिए मसीह अपने कामों को पूरा करेगा. देखिए प्रभु का धन्यवाद करेंगे, देखिए प्रभु का धन्यवाद करेंगे. 2 घंटे बैठकर प्रीच करने पर 2 घंटे बैठकर उसके घर में बैठने से मुझे कितना डॉलर मिलेगा. अगर ये दिमाग में है तो अब 2 नहीं, 2.5 घंटा नहीं, 50 घंटे बैठो, कुछ नहीं मिलेगा. ഞാൻ 2 മണിക്കൂർ 3 മണിക്കൂർ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ എത്ര പണം എനിക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ ചിന്തയിൽ ഉണ്ടെങ്കിൽ പറയട്ടെ എത്ര സമയം ചെലവഴിച്ചാൽ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുത്തില്ല हालेलुया हालेलुया. आज की दुनिया के पास्टर्स लोग को मुझे नहीं पता, ഇന്നത്തെ ലോകത്തിലെ പാസ്റ്റേഴ്സിന്റെ കാര്യം എനിക്കറിയത്തില്ല एंड जो घर बनाने के लिए मिनिस्ट्री कर रहे हैं, वो घर बनाने के लिए मिनिस्ट्री कर रहे हैं, वो बंगला बनाने के लिए, गेट बनाने के लिए. हमारी मिनिस्ट्री ऐसा नहीं. അവൻ ദൈവത്തിന്റെ വേല ചെയ്യുന്നത് പല പല സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പലരെയും നമ്മൾ കാണുന്നുണ്ട്. അവൻ നമ്മുടെ സേവ അങ്ങനെ ആവരുത് ഒരിക്കലും. How many of you will say, I want to be a servant? അവൻ നമുക്ക് ദൈവത്തോട് പറയാം കർത്താവേ എന്നെ ഒരു ശുശ്രൂഷകനാക്കണമേ. Yes, मुझे servant बनना है, അവൻ എനിക്കൊരു ഒരു ശുശ്രൂഷകനാകണം. लेकिन पहले मसीह. പക്ഷേ ആദ്യം ക്രിസ്തു. कितने लोग ये विश्वास करते हैं? അവൻ എത്ര പേര് അപ്രകാരം अब വിശ്വസിക്കും? कितने लोग प्रार्थना करेंगे, അവൻ എത്ര പേര് പ്രാർത്ഥിക്കും? हे प्रभु मुझे ऐसा बना, കർത്താവേ എന്നെ അങ്ങനെ ആക്കി मुझे ऐसा बना. എന്നെ അങ്ങനെ ആക്കി തീർക്കണമേ. Hello everybody, can you just praise God? ദൈവത്തെ അവനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ Can you ask for a transformation? കർത്താവേ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം. Whatsoever I do, let the name of Christ be glorified. ഞാൻ എന്ത് ചെയ്താലും കർത്താവിന്റെ നാമം മാത്രം മഹത്വപ്പെടും. Hallelujah. ഹല്ലേലൂയ. The third thing, മൂന്നാമതായി verse 27 से शुरू होता है. 27ാമത്തെ വാക്യം മുതലാണ് മൂന്നാമത്തെ കാര്യം. वहां पर ऐसा लिखा है, ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. only let your conduct be worthy of gospel of Christ, so that whether I come and see you or am absent, I may hear of your affairs, that you stand fast in one spirit, with one mind, striving together for the faith of the gospel. What is the next one? 27ാമത്തെ വാക്യം മുതൽ 30 വരെ. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ആ. ദൂരത്തിൽ നിന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ ആ. നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് ആ. എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ആ. ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി മതി. പോരാട്ടം സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി So what was the number one? ഒന്നാമത്തത് എന്തായിരുന്നു? സുവിശേഷത്തിന്റെ കൂട്ടായ്മ. Fellowship of the gospel. ആമേൻ. What is the number 2 one? രണ്ടാമത്തത് എന്താണ്? സുവിശേഷം. Furtherance of the gospel. അവൻ സുവിശേഷത്തിന്റെ അഭിവൃദ്ധി. Number 3, മൂന്നാമത്തത് faith of the gospel. സുവിശേഷത്തിന്റെ വിശ്വാസം. So now the third promotion is coming. മൂന്നാമത്തെ പ്രൊമോഷൻ ആണ് ഇപ്പോൾ. What was the first title? ഒന്നാമത്തെ ടൈറ്റിൽ എന്തായിരുന്നു? Sons and daughters. പുത്രന്മാരും പുത്രിമാരും. What is the second title? രണ്ടാമത്തെ ടൈറ്റിൽ Servant. വേലക്കാരൻ. You know what is the third title? മൂന്നാമത്തത് എന്താണെന്ന് അറിയാമോ? Faith of the gospel. ഫെയ്ത്ത്, വിശ്വാസം. I am becoming a soldier now. ആമേൻ. ഞാനിപ്പോൾ ഒരു പോരാളി, വിശ്വാസത്തിന്റെ പോരാളിയാണ്. I am becoming a soldier. मैं एक सैनिक बन रहा हूँ. ആമേൻ. ഞാനൊരു പോരാളിയായി മാറി. इसका मतलब 2 टाइटल गया नहीं मेरा. അതിന്റെ അർത്ഥം മറ്റു 2 ടൈറ്റിലുകൾ പോയി. I am still sons and daughters. ഞാൻ ഈ പോരാളി ആയിരിക്കുമ്പോൾ തന്നെ പുത്രന്മാരും പുത്രിമാരും. I am still the servant of God. ഞാൻ അപ്പോൾ തന്നെ ഞാൻ വേലക്കാരനാണ്. But now my maturity level is different. പക്ഷേ എന്റെ ഇപ്പോഴത്തെ അഭിവൃദ്ധി വളർന്നിട്ട് That is the third maturity level. ആമേൻ. മൂന്നാമത്തെ തലത്തിലേക്ക് तीसरा maturity level. ആ മൂന്നാമത്തെ അഭിവൃദ്ധിയുടെ You know what is that? എന്താണെന്ന് അറിയാമോ? I'm a soldier. ഞാൻ കർത്താവിന്റെ ഒരു പോരാളിയാണ്. Here is where God trains me for spiritual battles. ഇവിടെയാണ് കർത്താവ് എന്നെ आत्मिक युद्ध. യുദ്ധം ചെയ്യാൻ വേണ്ടി എന്നെ പരിശീലിപ്പിക്കുന്നത്. यहाँ पर खुदा मुझे आत्मिक युद्ध के लिए तैयार करता है. ഇവിടെ കർത്താവ് എന്നെ ആത്മീയ യുദ്ധം ചെയ്യാൻ എന്നെ Sons and daughters में मैं युद्ध नहीं कर सकता. പുത്രന്മാരും പുത്രിമാരും യുദ്ധം ചെയ്യാൻ ഒക്കത്തില്ല.
No, मैं सिर्फ प्यार कर सकता हूँ, right? അവരെ സ്നേഹിക്കാൻ അവർക്ക് സാധിക്കുന്നു. और डिसर्न कर रहा हूँ. അവരെ ഡിസൈൻ सर्वेंट बनकर मैं गॉस्पेल को बढ़ा रहा हूँ. ഞാൻ ഒരു സേവകനായി ഒരു ശുശ്രൂഷകനായിട്ട് ഞാൻ സുവിശേഷത്തിന്റെ അഭിവൃദ്ധി ഉണ്ടാകും. But Paul कहता है every Christian, सारे मसीह, ये तीसरा बनना चाहिए. അവൻ മൂന്നാമത്തെ ലെവലിലേക്ക് നാം വളരേണ്ടിയിരിക്കുന്നു. അത് മൂന്നാമത്തേതെന്ന് പറയുന്നത് सैनिक. അവൻ പോരാളികളാണ്. उसका अर्थ क्या है? അതിന്റെ അർത്ഥം എന്താണ്? We are always in a battle. നമ്മൾ എപ്പോഴും ഒരു യുദ്ധക്കളത്തിലാണ്. हमेशा एक बैटल में है. എപ്പോഴും നാം ഒരു യുദ്ധക്കളത്തിലാണ്. हमारा एक दुश्मन है. അവൻ നമ്മുടെ ഒരു ശത്രുവുണ്ട്. आपका दुश्मन आपका भाई नहीं है. അവൻ അത് നമ്മുടേതായിരിക്കുന്ന സഹോദരനല്ല. आपका दुश्मन आपका रिश्तेदार नहीं है. നിങ്ങളുടെ കുടുംബക്കാരനല്ല. आपका दुश्मन आपका प्रधानमंत्री नहीं है. അവൻ നിങ്ങളുടെ പ്രധാനമന്ത്രി അല്ല. आपका दुश्मन प्रेसिडेंट नहीं है. അത് പ്രസിഡന്റ് അല്ല. लेकिन दुश्मन, हमारा दुश्मन यीशु मसीह का दुश्मन है. അവൻ നമ്മുടേതായിരിക്കുന്ന ശത്രു എന്ന് പറയുന്നത് യേശുവിന്റെ वो ശത്രു. दुश्मन आज भी हमारे सामने है. അവൻ ആ ശത്രു ഇന്നും നമ്മുടെ आपके घर के अंदर की शांति को भंग करने के लिए यह शत्रु है. അവൻ നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം കെടുത്തുന്ന ഈ ശത്രു. आपके परिवार के अच्छी खुशियों को छीनने वाला एक शत्रु है. കുടുംബത്തിന്റെ നല്ല സന്തോഷത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ശത്രു. आपकी आशीषों को छीनने वाला एक शत्रु है. നിങ്ങളുടെ അനുഗ്രഹങ്ങളെ നഷ്ടമാക്കി കളയുന്ന ഈ ശത്രു. इसलिए प्रभु कहता है അതുകൊണ്ട് ദൈവത്തിന് അവർ കർത്താവ് പറയുന്നു, बढ़ते बढ़ते तुम सैनिक बन जाओ അവൻ നിങ്ങൾ വളർന്നു വളർന്നു ഒരു പോരാളിയായി മാറും. ताकि एक अच्छा युद्ध लड़ सको. കാരണം നിങ്ങൾക്ക് അങ്ങനെയെങ്കിൽ മാത്രമേ നല്ല യുദ്ധം Come on everybody, can you praise God? हर परिवार के अंदर एक योद्धा चाहिए. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പോരാളി ഉണ്ടാകണം. हर परिवार के अंदर एक योद्धा चाहिए. എല്ലാ കുടുംബത്തിലും നല്ല പോരാളികൾ ഉണ്ടായിരിക്കണം. सब प्रेयर योद्धा वाला चाहिए. അവൻ പ്രാർത്ഥന യോദ്ധ. Come on, दिल के प्रभु का धन्यवाद. പ്രാർത്ഥിക്കുന്ന നല്ല പോരാളി. प्रार्थना योद्धा हर परिवार में चाहिए. പ്രാർത്ഥന പോരാളികൾ ഉണ്ടാകണം. हालेलुया. हर घर के अंदर एक योद्धा होना चाहिए. എല്ലാ വീട്ടിലും ഒരു പോരാളി. जब शैतान वार करेगा, അവൻ പിശാച് പോരാടുമ്പോൾ इधर भागना नहीं है. അവൻ അവിടെ ഓടിപ്പോകുകയല്ല जब വേണ്ടത്. शैतान वार करता है, അവൻ പിശാച് പോരാടുമ്പോൾ भागना नहीं है, അവിടെ ഓടിപ്പോകുകയല്ല വേണ്ടത്. लेकिन डट कर मुकाबला करना है. അവൻ അവനോട് തിരിച്ചു നിന്ന് പോരാടണം. हालेलुया. ഹല്ലേലൂയ. शाऊल के जैसे भागना नहीं है. ശൗലിന്റെ മാതിരി ഓടിപ്പോകുന്നവരാണ്. जब गोलियत सामने खड़ा हो गया, അവൻ ഗോലിയാത്ത് മുന്നിൽ നിന്നപ്പോൾ शाऊल भाग रहा है, അവൻ ശൗൽ ഓടുക. सैनिक भाग रहा है, അവൻ സാര പടയാളികൾ ഓടുക. लेकिन एक छोटा लड़का सामने आया. പക്ഷേ ഇവിടെ ഒരു ചെറിയ ബാലകൻ മുന്നോട്ട് വന്നു. उसका नाम दाऊद है. അവന്റെ പേര് ദാവീദ് എന്നാണ്. और दाऊद कहता, ദാവീദ് പറയുക, मैंने युद्ध तो नहीं लड़ा, ഞാൻ യുദ്ധം ഇതുവരെ मुझे ചെയ്തിട്ടില്ല. तलवार चलाने नहीं आती है, എനിക്ക് അവൻ വാളെടുത്ത് യുദ്ധം ചെയ്യാൻ मेरे को അറിയത്തില്ല. भाला चलाते नहीं आता, എനിക്ക് അവൻ വില്ല കൊലയ്ക്കാൻ അറിയത്തില്ല. मेरे को औजार पहनते नहीं आता. അവൻ എനിക്ക് ഈ മുഴുവൻ ആയുധം लेकिन मैं एक बात जानता हूँ, പക്ഷേ ഒരു കാര്യം എനിക്കറിയാം. मेरे को एक बात पता है, ഒരു കാര്യം എനിക്കറിയാം. जब मैं जंगल में था, അവൻ ഞാൻ കാട്ടിലായിരുന്നപ്പോൾ एक रीछ आया, അവൻ അവിടെ ഒരു കരടി വന്നു. एक रीछ जब आया वो खाने आया मुझे, അവൻ എന്റെ നേരെ വന്നു. मैंने उसके मुंह को फाड़ डाला. ഞാൻ അവന്റെ മുഖം വലിച്ചു കീറി. 2 शेर आए, ഒരിക്കലും ഒരു സിംഹം വന്നു. फाड़ डाला. അവൻ ഞാൻ ഇതിനെ കൊന്നു കളഞ്ഞു. अगर ये 2 बार अगर मेरा खुदा मेरे साथ था, അവൻ ഈ പിച്ച രണ്ട് പ്രാവശ്യം കർത്താവ് എന്നോട് കൂടി. इस्राएलियों को चुनौती देने वाले गोलियां, तू क्या कर सकता है? വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിന് നേരെ പോകാൻ ഞാൻ ए गोलियां, तू क्या कर सकता है? അവൻ ഈ ഗോലിയാത്തിനെ ചെയ്യാൻ സാധിക്കും. डरने वाले लोग होंगे, അവൻ അവനെ പേടിക്കുന്ന ആരും കാണുമായിരിക്കാം. हो सकता है शाऊल जैसे लोग डर जाएंगे, ശൗലിന്റെ മരണം അവനെ പേടിക്കാൻ सेना के लोग डर जाएंगे, लेकिन मैंने चक कर देखा है, मैंने चक कर देखा है, मैंने चक कर देखा यहोवा कैसा भला है. जिसने पिछले दिनों में मुझे जय दिया, जिसने मुझे पिछले दिनों में जय दिया, वो गोलियात को भी नीचे गिरा सकता है. I just want to let the church know one thing. Church, let the church know one thing. Don't allow Goliath to come over your head. आपके सिर के ऊपर उसे मत उठाए. सिर के ऊपर गोलियात को ना बिठाए. उसको बोला गोलियात तेरा जगह नीचे है. അവൻ ഗോലിയാത്തിനോട് പറഞ്ഞാൽ നിന്റെ സ്ഥാനം താഴെയാണ്. शैतान जो आपके घर के विरुद्ध में खड़ा हुआ है,